ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഓറഞ്ച് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണിലോ അതുപോലെ ഷോപ്പീസൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഓറഞ്ചാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ലീവ്സാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ കൂടെ വെക്കാനുള്ള ഇലകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ചിട്ടാണ്, പഴയ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഗ്രീൻ കളർ കവറും എടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളർ കവറും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അയൺ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയൺ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു വൈറ്റ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഗ്രീൻ കളർ കവർ വെച്ചു, എന്നിട്ട് ബ്ലാക്ക് കളർ കവർ വെച്ചു, എന്നിട്ട് വീണ്ടും ഗ്രീൻ കളർ കവർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള പേപ്പർ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അയൺ ബോക്സ് ഒരു മീഡിയം ചൂടിലിട്ടിട്ട് പതുക്കെ അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവർ എന്ന് പറഞ്ഞാൽ തീരെ കട്ടിയില്ലാത്ത കവറായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ടുള്ളത്. കുറച്ച് കട്ടിയുള്ള കവറാണെങ്കിൽ ഒരു കവർ മതി. അതിന് 2ആയിട്ട് മുറിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ബ്ലാക്ക് കവർ വെച്ച് കൊടുത്താൽ മതി. അയൺ ബോക്സ് ഒരിക്കലും ഹൈയിലിട്ടിട്ട് നിങ്ങൾ അയൺ ചെയ്യരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അത് ഉരുകിയിട്ട് ഹോൾസൊക്കെ വരും. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ഭാഗം ഒരു ഇത്തിരി ചൂട് കൂടിയതുകൊണ്ട് ഇതുപോലെ ഹോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ലീവ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ വേറെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് തന്നെ ഞാൻ ഇത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു പീസ് അതും വന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലീവ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ലീവ്സാണ് ഇപ്പോൾ ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ മടക്കിയെടുത്ത് അതിൽ ജസ്റ്റ് ഞാനൊരു ഔട്ട്ലൈൻ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് കവറൊക്കെ അവിടെ ഇവിടെയൊക്കെ കളയുന്നതിന് പകരമായിട്ട് സെയിം കളറിലുള്ള കവേഴ്സൊക്കെ നമ്മളെടുത്തുണ്ടെങ്കിൽ അത് ഇതുപോലെ അയൺ ചെയ്തുങ്ങാണ്ട് നമുക്ക് അടിപൊളി ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, ഫ്ലവേഴ്സൊക്കെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ലീവ്സ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ചെണ്ണം കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ലീവ്സൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെറിയ പീസ് കമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ലീഫ് ഒട്ടിച്ച് കൊടുക്കാനുള്ള കമ്പിയാണ് കേട്ടോ. അപ്പോൾ ആ കമ്പിയിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ആ കവറിൻ്റെ ഒരു ചെറിയ പീസ് എടുത്ത് ഇതുപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ലീഫ് എടുത്ത് അതിലൊരു ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് ആ കമ്പിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 ലീഫും കൂടെ ആ കമ്പിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലീഫുകളുടെ ഇടയിലൊക്കെ ഇതുപോലെ ഗ്രീൻ ടേപ്പും ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചുറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാനങ്ങനെ അതിൽ മുഴുവനായിട്ട് ഗ്രീൻ ടേപ്പും ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി കുറച്ച് ലീവ്സും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഞാൻ ചെയ്തെടുക്കുന്നത് ഒരു ലീഫ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ലീവ്സ് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഓറഞ്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓറഞ്ച് ബലൂണാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ നെക്ക് ഭാഗം ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ കോട്ടനാണ് കേട്ടോ. അപ്പോൾ ആ കോട്ടൺ എടുത്തിട്ട് ആ ബലൂണിൻ്റെ അകത്ത് ഇതുപോലെ അങ്ങനെ നിറച്ച് കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ബലൂണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഓറഞ്ച് എത്ര സൈസ് വേണം അതിനനുസരിച്ച് നിങ്ങൾ പഞ്ഞി നിറച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സൂചിയും വേണം, ഒരു നൂലും വേണം. അപ്പോൾ വൈറ്റ് കളർ നൂലോ അല്ലെങ്കിൽ ഓറഞ്ച് കളർ നൂലോ എടുത്താൽ മതി. അപ്പോൾ സൂചിയിൽ നൂല് കോർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു കമ്പിയാണ് വേണ്ടത്. ഇതുപോലത്തെ ഒരു ചെറിയ കമ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ അങ്ങനെ വളച്ചു കൊടുക്കുക.
പിന്നെ നമ്മൾ കമ്പീൻ്റെ ആ വളച്ചെടുത്തിട്ടുള്ള ഭാഗം ബലൂണിൻ്റെ അകത്തേക്ക് ഇതുപോലെ അങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ബലൂണ് ഇതുപോലെ ഒന്നിങ്ങനെ പിരിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ത്രെഡ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുത്താൽ മതി, കെട്ടണമെന്നില്ല. ആ നൂല് അവിടെ ടൈറ്റായിട്ട് നിന്നാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ സൂചി വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ സെൻറ്റർക്ക് ഒന്ന് തുന്നിയെടുക്കുക. വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്നുകൂടെ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ത്രെഡിനെ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് തന്നെ വലിച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ബലൂൺ വെച്ചിട്ട് 1-2 ബോട്ടിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ വൈറ്റ് പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കുട്ടികൾക്കുള്ള നെയിം സ്ലിപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. പിന്നെ ഞാനൊരു പീസ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ചുറ്റി കൊടുക്കുന്നത്. പിന്നെ താഴോട്ട് പോകുന്തോറും കട്ടി കുറഞ്ഞ രീതിയിലാണ് ചുറ്റിയെടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ ടേപ്പും കൂടെ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലീവ്സും ഈ ഓറഞ്ചും ഒക്കെ വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നീളമുള്ള ഒരു കമ്പി എടുത്തിട്ടുണ്ട്. അതിലും ഞാൻ ഇതുപോലെ ടിഷ്യൂ പേപ്പർ കുറച്ച് വണ്ണത്തിൽ ചുറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ലീവ്സും ആ ഓറഞ്ചും ഒക്കെ വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ആ 3 ഇലകൾ വരുന്നതാണ് എടുത്തിട്ടുള്ളത്. അതൊരു ഇത്തിരി ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുത്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ വേറെ 2 ഓറഞ്ചും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലീഫ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ഓറഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 3 സൈസിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏറ്റവും ചെറുതാണ് താഴെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു ലീഫ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ഓറഞ്ച് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. എന്നിട്ട് വലിയൊരു സ്റ്റിക്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു മരം പോലെയൊക്കെ ഒരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് ചെറിയൊരു പോട്ടിലും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള പല കളറിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഓരോന്നും പല രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ എനിക്ക് കഴിയുന്നതൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കിച്ചണിൽ വേണമെങ്കിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാം, അല്ലെങ്കിൽ ഷോ പീസായിട്ടൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തൂക്കിയിടാനാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്നിങ്ങനെ വളച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ തൂക്കിയിടാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.